മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാട് കണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇടതു ചെവിയുടെ ഭാഗത്തായാണ് മദപ്പാട് കണ്ടെത്തിയത്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയമിച്ചതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ പടയപ്പയെ എന്നുള്ളത് ആനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് അത് മസ്തിലേക്ക് കടന്നിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ നമ്മുടെ അതിൻ്റെ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 വാച്ചർമാരെ പൂർണ്ണസമയം ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പം നിയോഗിച്ചിരിക്കുകയാണ്. ആറാട്ടി സംഘം പടയപ്പോടൊപ്പം ഉണ്ടാവും. ഇപ്പം കാര്യമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു 3 ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ മസ്തിലാണെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത്. നമ്മളതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് വെറ്റിനറി ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് പടയപ്പ മസ്തിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയിൽ മദപ്പാട് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാവുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മുൻ വർഷങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലകളിലൂടെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പടയപ്പയുടെ സഞ്ചാരം. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.